ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിൽ നിലവിലുള്ള ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 21,413 ഒഴിവുകളാണുള്ളത്. കേരളത്തിൽ മാത്രമായിട്ട് 1,385 ഒഴിവുകളുണ്ട് എന്നാലും മനസ്സിലാക്കും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള പല പോസ്റ്റ് ഓഫീസുകളിലും ഒഴിവുണ്ടായിരിക്കും, പല ഡിവിഷനിലും ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ നോക്കിയാൽ, വെബ്സൈറ്റ് നോക്കിയാൽ എവിടെയാണ് വേക്കൻസികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അവിടെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഗ്രാമീൺ ഡാക് സേവക് GDS എന്നുള്ള, അതായത് വേക്കൻസികൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നിങ്ങനെ 3 കാറ്റഗറിയിലാണ് ഒഴിവുകളുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. ആപ്ലിക്കേഷനുകൾ ഓൺലൈനായിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. https:/indiapost.gds.online.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടെന്ന കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം കറക്ഷനുള്ള അവസരം കൂടി തരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാലിഡായിട്ടൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിലേക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ വെബ്സൈറ്റ് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വെബ്സൈറ്റിൽ 2025 ഫെബ്രുവരി 10 മുതൽ മാർച്ച് 3 വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ, ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം. അതിനുശേഷം ഇതിൽ കറക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ മാർച്ച് 6 മുതൽ 8 വരെ അത് കറക്റ്റ് ചെയ്യാനുള്ള വിൻഡോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ അവസരം കൂടി ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിലെ പോസ്റ്റ് ഓഫീസിലെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള. അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് പോസ്റ്റൽ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ്, അതേപോലെ അതിന്റെ പ്രൊമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അലോ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാമ്പിന്റെ മറ്റ് സ്റ്റേഷനുകളുടെ സെയില്, ഇപ്പം മെയിൽ ഒക്കെ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ജോലി എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ പോസ്റ്റാണ് ഗ്രാമീൺ ഡാക് സേവക് എന്നുള്ളതിനകത്ത്. ഡാക് സേവക് എന്നുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി. ശമ്പളത്തെ അലവൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കാറ്റഗറി ആയിട്ടാണ്. അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററേക്ക് സ്ലാബ് പറഞ്ഞിരിക്കുന്നത് 12,000 മുതൽ 29,380 എന്നുള്ള സ്ലാബിലായിരിക്കും ശമ്പളം ലഭിക്കുക. എന്നാൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് എന്നീ ഒഴിവുകളിലേക്ക് 10,000 മുതൽ 24,470 എന്ന സ്ലാബിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മറ്റ് ചില അലവൻസുകൾ കൂടി ഇതിലോടൊപ്പം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 18 മുതൽ 40 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നായാലും ഇവിടെ മനസ്സിലാക്കുക. SC ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും. ഇതിനുവേണ്ടി യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ലോക്കൽ ലാംഗ്വേജ്, കേരളത്തിലാണെങ്കിൽ മലയാളം നിർബന്ധമായും അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ നോളജും സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 2 ക്വാളിഫിക്കേഷൻസ് മാത്രമുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് സെലക്ഷന് മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ 10ാം ക്ലാസ്സിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതനുസരിച്ചായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പം അത് ആദ്യം നമ്മൾ അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ ഹാജരാക്കണം. മാർക്ക് ഷീറ്റ്, ഐഡന്റിറ്റി പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത്, ഡിസബിലിറ്റി ഉള്ളവർ അതിന്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഏജ് പ്രൂഫ്, അങ്ങനെയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ ഒറിജിനൽ നമ്മൾ ഹാജരാക്കണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ പറ്റി നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത് കാരണം ഒറിജിനൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുള്ളതെല്ലാം നമ്മൾ നേരിട്ട് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് https:/indiapost.gds.online.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അതിനുശേഷം ബാക്കി ഡോക്യുമെന്റ്സ് പോർട്ടൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾ ബാക്കി ഓപ്പൺ ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. മൊബൈൽ നമ്പർ OTP, അത് ആ OTP കൊടുത്ത് നമുക്കത് വെരിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഇമെയിൽ IDയും നമുക്ക് OTP വഴി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അതും നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ബാക്കി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഫോട്ടോയുടെ കോപ്പി, അതുപോലെ സിഗ്നേച്ചറിന്റെ കോപ്പി, ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ അപേക്ഷാ ഫീസ് 100 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ പോസ്റ്റൽ ഡിവിഷനിൽ അടയ്ക്കണം. എന്നാലും വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, ട്രാൻസ് വുമൺ, അവരെയൊക്കെ ഫീസ് അടയ്ക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. താങ്ക് യു.